റീനമ്മേ നല്ല മിടുക്കിയായിട്ടിരിക്കുന്നല്ലേ? ജോസിയേട്ടൻ നല്ല പൊന്നുപോലെ നോക്കി പരിപാലിച്ചെടുക്കുന്ന ഒരു നല്ല വീട്ടമ്മയാണ്, അല്ലെ ഭാര്യയാണ് റീനമ്മ, അല്ലേ? ജോസിയേട്ടൻ നമുക്കൊന്ന് കേൾക്കാം. ഞങ്ങൾ ഇവിടുന്ന് വരുമ്പോൾ RCC വരുമ്പോൾ തീരെ ആൾ അവശതയാണ്. RCC ഏപ്രിൽ 28-ാം തീയതി ആദ്യമോടെ വന്നു. RCC വന്നിട്ട് അവിടെ തിരിച്ച് വന്നുകൊണ്ട് പോയിക്കൊണ്ടിരുന്നു. നമ്മുടെ ദൂർമാതായിൽ വന്നത്, നമ്മുടെ ഭവനത്തിൽ വന്നത് മെയ് 29 ഏപ്രിൽ മെയ് 29 ചേച്ചിക്ക് എവിടെയാ ബുദ്ധിമുട്ട്? എവിടെയാ? വയറിലായിരുന്നു അല്ലേ? ഓക്കെ. മറ്റെവിടോട്ടെങ്കിലും വ്യാപിച്ചായിരുന്നോ? യൂട്രസ്, ഓവറി എല്ലാം സർജറി ഒക്കെ ചെയ്ത് കളഞ്ഞല്ലേ? അവിടെ വരുമ്പോൾ നമ്മൾ അവിടെ വയറ് വീർത്ത് ആഴ്ച 2 പ്രാവശ്യം പോയി ഫ്ലൂയിഡ് വയറിൽ നിന്ന് ഇത് കുത്തിയെടുക്കണമായിരുന്നു, വിളിച്ചെടുക്കണമായിരുന്നു. ഇപ്പൊ എങ്ങനെ ഇരിക്കുന്നു? ഇപ്പൊ കുഴപ്പമില്ല അല്ലേ? നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ അകത്തിരുന്ന് സംസാരിക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് എറണാകുളം ജില്ലയിലെ ഓണക്കൂർ എന്ന സ്ഥലത്താണ്. എൻ്റെ കൂടെ ഉള്ളത് റീന ആൻറ്റിയും ജോസങ്കളുമാണ്. റീന ആൻറ്റി, എങ്ങനെയുണ്ട്? ഇപ്പം സുഖമാണോ? കുഴപ്പമൊന്നുമില്ലല്ലോ. അങ്കിൾ എന്ത് ചെയ്യാണ്? എനിക്ക് തടിയുടെ പണിയായിരുന്നു. ആൻറ്റി ഹൗസ് വൈഫാണല്ലേ? ഇതെങ്ങനെയാണ് ആദ്യമായിട്ട് അറിഞ്ഞത്? ക്യാൻസറാന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ വയറ്റിൽ വെള്ളം കെട്ടി 2-3 ആസ്പത്രിയിൽ പോയി കഴിഞ്ഞപ്പോൾ ആദ്യം ഗ്യാസിന് അരിഷ്ടം കഴിച്ച് പിന്നെ തിരുവനന്തപുരത്ത് ആസ്പത്രിയിൽ പോയി. അവിടെ ചെന്ന് പറഞ്ഞ് വേറെ സ്കാനൊക്കെ ചെയ്യണം. അപ്പോൾ വേറെ ലിസ്റ്റിൽ പോയി. അവിടെ ചെന്നപ്പോഴാണ് അറിയണേ. അപ്പോൾ അവിടുന്ന് നേരെ RCCയിലോട്ട് റെഫർ ചെയ്തു. അവിടെ 2 മാസം ചികിത്സ കഴിഞ്ഞാൽ പോയത്. അവിടെ 2 മാസം ചികിത്സ കഴിഞ്ഞിട്ട് RCCക്ക് പോകുന്നു. ഭവനത്തിൻ്റെ ഞങ്ങളുടെ ജീവിതം 6 മാസം അവിടെ ജീവിച്ചു. എന്ന് പറഞ്ഞാൽ ഇതുപോലെ സ്വർഗതുല്യമായ ഒരു ജീവിതം ഇവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ഈ കുടുംബത്തിലുണ്ടായിട്ടില്ല. നമുക്ക് അവിടെ നിന്ന് പ്രാർത്ഥിക്കാനും അച്ഛൻ്റെ തലോടലും പിന്നെ സിസ്റ്റർമാരുടെ ചിരിച്ചുള്ള മുഖവും അതൊക്കെ അത് ജീവിതത്തിൽ മറക്കാൻ പറ്റാത്തൊരു സംഗതിയാണ് ഭവനം. ഇപ്പം എന്താ പറയുക, എന്തെങ്കിലും ഒരു അസുഖം വരുമ്പം പെട്ടെന്ന് മനസ്സ് മടുത്തു പോകുന്നവരായിരിക്കും ഭൂരിഭാഗം ഉള്ളവരും. അവർ പിന്നെ വിചാരിക്കും ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല, അല്ലെങ്കിൽ എൻ്റെ ജീവിതം ഇതോടെ തീർന്നു എന്ന് വിചാരിച്ച് ചിലപ്പം ബാക്കി അതിനെ ഫേസ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പം പോയി ആത്മഹത്യ ചെയ്യുന്നവരും അങ്ങനെ കുറേ പേരുണ്ടല്ലോ. അപ്പോൾ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? അവരോട് നമുക്ക് പറയാനുള്ളത് അതിൻ്റെ ഒരു ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കേണ്ട ആവശ്യമില്ല. ഈ ക്യാൻസർ എന്ന രോഗം അത് ഇപ്പം എല്ലാവർക്കും തന്നെ വന്നുകൊണ്ടിരിക്കുന്നതാണല്ലോ. അതുകൊണ്ട് നമ്മൾ ഇതുപോലെ ഒരു നല്ലൊരു ദൂർമാതാവുള്ളൊരു നല്ലൊരു കെയർ കിട്ടുകയാണെങ്കിൽ ആര് ചെന്നാലും അതിൽ നിന്ന് രക്ഷപ്പെട്ടു, ആ പ്രാർത്ഥനകളോട് രക്ഷപ്പെട്ടു പോരും. കാരണം ഞങ്ങളുടെ അനുഭവമാണ്. ഞങ്ങൾ മരിച്ചു പോരുമെന്നും പറഞ്ഞ് ഞങ്ങൾ അവിടെ പോകുന്നത് ഡെഡ് ബോഡിയായിട്ട് പോരുമെന്നും പറഞ്ഞ് ഞാൻ ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ അവിടെ ആ ദൂർമാതായി വന്ന് കയറിയതോടുകൂടി ആ പ്രാർത്ഥന വന്നതോടുകൂടി എന്താണ് ഒരു ഭയങ്കര അനുഭൂതിയായി കുറഞ്ഞു എന്ന് മാറി വന്നു. അല്ലെങ്കിൽ വേറെ എവിടെയാണെങ്കിലും ചിലപ്പോൾ രക്ഷ കിട്ടുമെന്ന് തോന്നുന്നില്ല. അത്രയ്ക്കും ഇത് ലാസ്റ്റ് സ്റ്റേജായിരുന്നു. നമ്മൾ ഗ്യാസ് കിട്ടണമെന്ന് പറഞ്ഞാൽ ഇവിടെ പോയി നോക്കിയത്. അങ്ങനെ ഇവിടെ ചെന്ന് നോക്കിയപ്പോൾ ഡോക്ടർ ഇവിടെ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി നോക്കി പറഞ്ഞു 2 ദിവസം മരുന്ന് കഴിച്ചിട്ട് കുറഞ്ഞില്ലെങ്കിൽ സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ സ്കാൻ ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ നല്ലൊരു ആശുപത്രിയിൽ പോയി സ്കാൻ ചെയ്യാമെന്ന് പറഞ്ഞാൽ അവിടെ ചെന്ന് എറണാകുളം ജിസി ചെന്ന് ഡോക്ടറെ കണ്ടു സ്കാൻ ചെയ്തപ്പോൾ അന്നേരം അവർ പറഞ്ഞു ക്യാൻസറാണ് എന്ന് എന്നോട് പറഞ്ഞു. ആയിരുന്നു അറിഞ്ഞില്ല, ഒട്ടും അറിഞ്ഞില്ല. ഒരു ഇങ്ങനെ സംഭവം പോലും അറിഞ്ഞില്ല. ഇങ്ങനെ ഒരു ഇതും ലക്ഷണം കാണിച്ചില്ല, ഒരു ലക്ഷണം പോലും കാണിച്ചില്ല. ഈ വയറ് വീഴ്ത്തുപോലെ അത് ഗ്യാസാണ്. പിന്നെ ക്ഷീണം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ക്ഷീണം എന്ന് വെച്ചാൽ ഈ കൊച്ചു മക്കളുടെ കൊച്ചാ. ഈ കൊച്ചിനെ ഇവിടെ നോക്കിക്കൊണ്ട് ഇരിക്കുന്നുണ്ട്. പിന്നെ 2 ആടുണ്ടായിരുന്നു. ആടിനെ നോക്കിയിട്ട് പിന്നെ ഷുഗറുണ്ട്. അപ്പോൾ ഷുഗറിൻ്റെ ഇതുകൊണ്ടാണ് ക്ഷീണിച്ച് വന്നതെന്ന് പറഞ്ഞ് ഞാൻ നോക്കിയിരുന്നത്. അങ്ങനെ സംഭവിച്ചതാണ്. ചെന്ന് കഴിയുമ്പോൾ അവരുടെ ഇതാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഞാൻ പിന്നെ ഇവിടെ 2 മാസം ഇവിടെ ചികിത്സ ചെയ്തു. അവിടെ ഒരു നല്ല മെയിൻ ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പം മെയിൻ ഓപ്പറേഷൻ ചെയ്തെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ പറഞ്ഞു RCCക്ക് റെഫർ ചെയ്തേക്കാം. റെഫർ ലെറ്റർ മേടിച്ച് RCC ചെന്നു. RCC 2-3 പ്രാവശ്യം ആദ്യം ഇങ്ങനെ വേണ്ടി ഒന്നും പോയിക്കൊണ്ടിരുന്നു. പിന്നെ അവിടെ അഡ്മിറ്റ് ആക്കിയപ്പോൾ ഞങ്ങൾക്ക് ദൈവാനുഗ്രഹം കൊണ്ട് വലിയൊരു അനുഗ്രഹമായിട്ട് കിട്ടിയത് നമ്മുടെ ദൂർമേധ കെയറാണ്. അയ്യോ, അതൊരിക്കലും മറക്കാൻ പറ്റുന്നൊരു ഭവനമല്ല എൻ്റെ ജീവിതത്തിൽ. ഞങ്ങൾ അവിടെ വന്നുകൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെട്ടത്. ആ പ്രാർത്ഥനയും ഇതുകൊണ്ടാണ് ഞങ്ങൾ രക്ഷപ്പെടാൻ പറ്റിയത്. അല്ലെങ്കിൽ രക്ഷപ്പെടുമില്ലായിരുന്നു. വേറെ എവിടെയാണെങ്കിലും രക്ഷപ്പെടുമെന്ന് സംശയമായിരുന്നു. അത്രയും ലാസ്റ്റ് സ്റ്റേജായി പോയായിരുന്നു.
ഡോക്ടർ പറഞ്ഞ ഒരു ബുദ്ധിമുട്ടായിരുന്നു. എന്നിട്ട് പിന്നെ ഓവറി യൂട്രസ് ഓവറി എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഒമൻ്റെ ഉണ്ടല്ലോ മറ്റേ ആ കൊടുന്ന പൊളിഞ്ഞൊരു പാട അതും എടുത്ത് നീക്കം ചെയ്തിട്ട് വന്നു. അത്രയ്ക്കും ഇതിലാണ് അവിടെ ചെന്ന് പെടുന്നത് ആയത്. അങ്കിളിപ്പം ലൂർദ് മാതാ കെയറിൽ ഞാനും വന്ന് കുറച്ചാൾ നിൽപ്പുണ്ടായിരുന്നു. അപ്പം അപ്പോഴാണെന്നുണ്ടെങ്കിലും അവിടെ എല്ലാവരും പറഞ്ഞിട്ടുണ്ട് എന്തൊരു പരിപാടി വന്നാലും ഏറ്റവും ഫ്രണ്ടിൽ അങ്കിള് കാണുമെന്ന്. അപ്പം അങ്കിളിനെ അത് എന്താണ് അത്രയും ഹൃദയത്തിൽ സ്പർശിച്ച കാര്യം? എന്തൊരു പരിപാടി വന്നാലും മുമ്പിൽ നിൽക്കണം, അതിനുവേണ്ടി അങ്കിളിൻ്റെ 100% അങ്കിളിന് ഇത് കൊടുക്കണം എന്ന് തോന്നിച്ചത് എന്ത് കാരണം? അത് അവിടുത്തെ നമ്മളോടുള്ള പെരുമാറ്റവും നമ്മളോടുള്ള കെയർ, അതാണ് ഒന്നാമത്തെ കാര്യം. നമ്മളോടുള്ള കെയറാണ്. നമ്മളെ അത്രയ്ക്കും കയ്യിൽ കൊണ്ടുവരുന്നത് നമ്മുടെ അച്ഛൻ, മോഹനച്ഛൻ, പിന്നെ സിസ്റ്റർമാർ, നമ്മുടെ നിർമ്മല അമ്മ, ജസ്മിൻ സിസ്റ്റർ, അവരെ ചിരിച്ച മുഖത്തോടെ അത് കണ്ടാൽ തന്നെ നമ്മുടെ അസുഖം പകുതി മാറും. അപ്പോൾ ഞാൻ ഇത് കണ്ട ഏത് മനുഷ്യനായിരുന്നു, ഒരു മനുഷ്യനോട് ഇതുവരെ ഒന്നും ഒരു ചുമ്മാ പോലും ഒരു ഇത് സിസ്റ്ററോ അല്ലെങ്കിൽ ആരോ അച്ഛനോ ഒന്നും അധികം ഒന്നും വഴക്കോ പറയോ അധികം ഒന്നും ആലോചിക്കാൻ പറയോ ഇതുവരെ ചെയ്തിട്ടില്ല. ആ മുഖം കണ്ടുമ്പോൾ നമ്മുടെ പകുതി അസുഖം മാറും. അത്രയ്ക്കും നല്ലൊരു ഇത്. അതുപോലെ ഒരിടത്തും ഞാൻ കണ്ടിരുന്നത്. എത്രയും എനിക്ക് 65 വയസ്സായി. ഞാൻ ഇത്രയും നടപ്പ് നടന്നതിൽ ഇതുപോലൊരു നല്ലൊരു സിസ്റ്ററിന് ഒരു അച്ഛനെ വേറൊരിടത്തും ഞാൻ കണ്ടിട്ടില്ല. എനിക്കിപ്പോൾ അവിടെ വന്നെന്ന് വലിയ ആഗ്രഹമാണ്. വന്ന് ഒരു ദിവസം താമസിച്ച് വന്ന് കണ്ടെല്ലാവരെയും കണ്ട് പോകുന്നുള്ള അത്രയ്ക്കും അവർ നമ്മളൊരു അട്രാക്ഷൻ എടുക്കുക, അങ്ങോട്ട് നമ്മളെ ആകർഷിക്കുക നമ്മുടെ ഭവനത്തിലേക്ക്. നമ്മുടെ ഭവനമാണ്, വീടാണ്. ഈ വീടിനെ കഴിഞ്ഞും എനിക്ക് ഏറ്റവും ഇപ്പം കാര്യം അതാണ്, ലൂർദ് മാതാ കെയർ ഭവനമാണ്. ഏത് മനുഷ്യൻ എല്ലാവർക്കും അങ്ങനെ ആയിരിക്കും കേട്ടോ. അങ്ങനെ അവിടെ വന്നേ എല്ലാവർക്കും അങ്ങനെ വരുള്ളൂ എന്നാണ് എൻ്റെ വിശ്വാസം. റീന ചേച്ചിക്ക് സന്തോഷമാണോ? സന്തോഷം. ഇനി ചെക്കപ്പ് എന്നാ? ഫെബ്രുവരി 18 ആണല്ലേ? ഏത് ഡോക്ടറെ കാണിക്കുന്നത്? ലക്ഷ്മി ഹരിദാസ്. ലക്ഷ്മി ഹരിദാസിനെ അല്ലേ? ഇതിപ്പോൾ ആദ്യത്തെ തവണയാണോ വന്നിരിക്കുന്നത്? വീണ്ടും രണ്ടാമത്തെ പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണോ? ആദ്യത്തെ തവണ തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ? ഇപ്പം മരുന്നൊക്കെ ഉണ്ടോ? മരുന്നെല്ലാം ഉണ്ടല്ലേ? മക്കളാരും അടുത്തില്ലല്ലേ? നൈറ്റാണ്. ശരി. ജോസിയേട്ടാ, എന്തോ ജോസിയേട്ടൻ ഇപ്പം എത്ര വയസ്സായി? എനിക്കിപ്പോൾ 65 വയസ്സ്. 65 വയസ്സായി അല്ലേ? ഈ 65 വയസ്സുള്ള ജോസിയേട്ടൻ ചെയ്ത ജോലി കണ്ടു കഴിഞ്ഞാലല്ലേ നമ്മൾ പകച്ചു പോവും. അതുപോലെ ഇങ്ങനെ 100 ഇങ്ങനെ ഓടി നടന്ന് ജോലി ചെയ്യുന്നതാണ്. അത് ഭാര്യയ്ക്ക് വേണ്ടി ഭാര്യയെ കൊണ്ട് ആശുപത്രി പോകാൻ കാണിക്കുന്ന ഒരു തീക്ഷ്ണത, ഉത്സാഹം, അത് കഴിഞ്ഞ് തിരിച്ചു കൊണ്ടുവരുന്നത് ഓരോ കാര്യവും സൂക്ഷ്മമായിട്ടും. അവിടെയാണെങ്കിൽ ചെരുപ്പുകളൊക്കെ പുറത്ത് ഉപയോഗിക്കുന്ന ചെരുപ്പുകൾ പുറത്ത് തന്നെയാണ് സൂക്ഷിക്കുന്നത്. കാരണം അണുവിമുക്തമായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ടതുകൊണ്ട് അതാണെങ്കിൽ പെട്ടെന്ന് കൊണ്ട് വെക്കാനും അവിടുത്തെ ചെരുപ്പുകളെടുത്ത് ഉപയോഗിക്കാനും ഏറ്റവും ഹൈജീനിക്കായിട്ട് ഭാര്യയെ നോക്കാനും ഒക്കെ കാണിക്കുന്ന ഒരു ഉത്സാഹം ഞാൻ ഒത്തിരി ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ ജോസിയേട്ടനോട് അച്ഛൻ ചോദിക്കുന്ന ഒരു വളരെ ലളിതമായൊരു ചോദ്യം, നമ്മളൊരു സ്ഥാപനത്തിലോ ഒരു വീട്ടിലോ ഒരു എവിടെയെങ്കിലുമൊക്കെ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ ഒത്തിരിയേറെ സംഭവങ്ങൾ അവിടെ കണ്ടിട്ടുണ്ടാകും, വളരെയേറെ ആളുകളെ പരിചയപ്പെട്ടിട്ടുണ്ടാകും, വ്യക്തികളെ നിരീക്ഷിച്ചിട്ടുണ്ടാകും. നമ്മുടെ സ്ഥാപനമാണെങ്കിൽ അച്ഛനുണ്ട്, അല്ലെങ്കിൽ സിസ്റ്റേഴ്സ് ഉണ്ട്, ശുശ്രൂഷകരുണ്ട്, വളണ്ടിയേഴ്സുണ്ട്. അവിടെ നടന്നിട്ടുള്ള പല വിധത്തിലുള്ള സംഭവങ്ങൾ, ആഘോഷങ്ങൾ, അനുസ്മരണങ്ങൾ പലതുണ്ട്, പ്രാർത്ഥനകൾ, ഓരോ ശുശ്രൂഷ. ആ സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്തിട്ടുള്ള ഒരു സംഭവം അല്ലെങ്കിൽ ഒരിക്കലും മറക്കത്തില്ല എന്ന് പറഞ്ഞില്ലേ? മറക്കാൻ പറ്റില്ല. അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു പ്രത്യേക ഈവൻ്റ് ഓർക്കുന്നുണ്ടോ? ഈവൻ എന്ന് പറഞ്ഞാൽ രാത്രി ഇവിടെ വയറ് വീഴ്ത്തിപ്പോൾ ഡേക്കൻ അവിടെ ഉണ്ടായിരുന്നു. നമ്മുടെ ജിൻസ് ഡേക്കനുണ്ട്, മറ്റേ ജെഫ്രിൻ ഡേക്കനുണ്ടായിരുന്നു. ആ രാത്രിയിൽ ആ സമയത്ത് ഡേക്കൻ വണ്ടിയെടുത്ത് ഞങ്ങളെ കാഷ്വാലിറ്റി കൊണ്ടുപോയി. അത്രയും അവിടെ ചെന്നപ്പോഴത്തെ വയറ് വീഴ്ത്തി ഒരു രക്ഷയിലായിരുന്നു, ശ്വാസം വിടാൻ മുമ്പിലായിരുന്നു. ആ ഡേക്കനെ കൊണ്ടുപോയി ഇവിടുന്ന് വയറ്റിൽ നിന്ന് വെള്ളം കുത്തിയെടുത്ത് കഴിഞ്ഞപ്പോൾ ഞാൻ വയറ് ഷിഫ്റ്റ് ചെയ്ത് 4.5 ലിറ്റർ ഇതുണ്ടായിരുന്നു. 4.5. ആ സമയം അല്പം താമസിച്ചു പോയി കഴിഞ്ഞാൽ അപകടം സംഭവിക്കാം. പക്ഷെ ആ സമയത്ത് കൃത്യസമയത്ത് ദൈവം തോന്നിച്ചാൽ നമ്മുടെ ഭവനത്തിലെ ആ പള്ളി അത് ഭയങ്കര അനുഗ്രഹമുള്ള പള്ളി. പ്രേക്ഷകരെ ഇവിടെ ജോസേട്ടൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മുടെ സ്ഥാപനത്തിൽ രാത്രിയിലും പേഷ്യൻസ് ക്യാൻസർ രോഗം ബാധിച്ചവരാകിയാൽ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ വരും. പ്ലേറ്റ്ലേറ്റ് കൗണ്ട് താഴുക, അല്ലെങ്കിൽ
ബ്ലഡ് കൗണ്ട് താഴുക, പൊട്ടാസ്യം സോഡിയം വേരിയേഷൻ ഉണ്ടാകും, പല വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. പെട്ടെന്ന് തലകറങ്ങി വീഴുക, ഇങ്ങനെയൊക്കെ ഉണ്ട്. നമ്മുടെ ഇവിടെയുള്ള പ്രിയപ്പെട്ട ശുശ്രൂഷ ചെയ്യുന്ന ബ്രദേഴ്സും സിസ്റ്റേഴ്സും അതുപോലെ ശുശ്രൂഷകരും ഒക്കെ തന്നെ രാത്രിയൊന്നും പകലൊന്നും ഇല്ലാതെ നമ്മുടെ തന്നെ വാഹനങ്ങളിൽ വളരെ പെട്ടെന്ന് തന്നെ രോഗികളെ അവിടെ കൊണ്ടുപോവുകയും കൊണ്ടുവരികയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഈ രോഗത്തിന് ചികിത്സയ്ക്ക് വേഗത അത്യാവശ്യമാണ്, കൃത്യത അത്യാവശ്യമാണ്. തെറ്റുകൂടാതെ ഡിസിഷൻ എടുക്കണം, അത് വേഗത്തിൽ ചെയ്യുകയും വേണം. പല അനുഭവങ്ങളുണ്ട്. ഡോക്ടർമാർ തന്നെ നേരിട്ട് വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, അച്ഛാ ഒരു 5 മിനിറ്റും കൂടെ കഴിഞ്ഞു പോയിരുന്നെങ്കിൽ എന്ന്. കാരണം 5 മിനിറ്റിന് മുൻപ് അവിടെ എത്തിച്ചതാണ് രക്ഷപ്പെടാൻ കാരണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതെ, അതുപോലെ അതെ ബ്രദർ ബിജുവിന് രാത്രി 1 മണിക്കാണ് കൂടുതലായിട്ട് ബ്രദർ വന്നൊക്കെ പോയി. ഞങ്ങൾ ഇവിടെ പോയിട്ട് 1 മണിക്ക് പോയിട്ട് ഞങ്ങൾ 2-3 മണി അവിടെ എല്ലാം ഇത് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു പോരുന്നത്. അതുവരെ ഈ ബ്രദർ അവിടെ ഇരിക്കുമായിരുന്നു. രാത്രി 1 മണിക്കാണ് നിങ്ങൾ പറഞ്ഞത്. നല്ല ഉറക്ക സമയത്ത് എത്രയ്ക്കും കഷ്ടപ്പെടുന്ന മനുഷ്യൻ ഇതേ ബ്രദറും എല്ലാവരും അവിടെയുള്ള എല്ലാവരും സിസ്റ്റേഴ്സും അച്ഛനും ബ്രദറും എല്ലാവരും. ഭക്ഷണത്തെ കുറിച്ച് തൃപ്തിയാണോ? അയ്യോ, എൻ്റെ അച്ഛൻ ഇതുപോലെ ഒരു സ്വർഗം എനിക്ക് അത്രയും ഇവിടുത്തെ അത്രയും പറ്റുന്നില്ല. എനിക്ക് അവിടുത്തെ കഞ്ഞി ആ പയറും ആ അച്ചാറും എന്നെ സൂപ്പർ അച്ഛാ, ഇത് മതിയല്ലോ നമുക്ക് കഞ്ഞി ജീവിക്കാൻ. എന്നാൽ ഒരു പ്രത്യേക രുചിയാണ് ഇവിടുത്തെ, നമ്മുടെ ഇവിടുത്തെ പോലെയല്ല, അത് പ്രത്യേക രുചിയാണ് കഞ്ഞിക്ക്. ഇത് അച്ഛനും അല്ല എല്ലാം കറിയും ചോറും കറിയും മതി. ചായക്കാണെങ്കിൽ അതുപോലെ നല്ല സുഭിക്ഷമായിട്ട്. പിന്നെ ആദ്യം വിളമ്പിട്ട് പിന്നെ രണ്ടാമത് നമ്മൾ ഇരിക്കുന്നിടത്തോടെ അവർ എല്ലാം കൂട്ടും. ചോറും കറിയും എല്ലാം ബ്രേക്ക്ഫാസ്റ്റിനുള്ള സാധനങ്ങളും രണ്ടാമത് തിരിച്ച് ആർക്കാ വേണ്ട ഇച്ചിരി കഴിക്കുന്നു പറഞ്ഞുകൊണ്ട് നമ്മളെ കഴിച്ചോളം പറഞ്ഞു. ഒത്തിരിയേറെ കാര്യങ്ങളിൽ ഇങ്ങനെ പോസിറ്റീവായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനത് എനിക്കറിയത്തില്ല എന്തുകൊണ്ടാണ് അങ്ങനെ ഇത്രയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത്, ഒരു ഗൗരവമായിട്ട് എന്തെങ്കിലും ഒരു കുറവ് അവിടെ എന്തെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ അതും പറയുന്നതിന് കുഴപ്പമില്ല. ഞങ്ങളുടെ പെരുമാറ്റത്തിലോ അതുപോലെ ഒരു പെരുമാറ്റമുള്ളവർ ഞാൻ ആദ്യം പറഞ്ഞല്ലോ, തിരിച്ചുകൊണ്ടുള്ള നമ്മളെല്ലാവരും പരിമിതികളുള്ളവരല്ല, അതുകൊണ്ട് ചോദിക്കുന്നത്. ഒരു കുറവുമില്ല. അതുപോലെ നമ്മുടെ ബിജു സാറാണെങ്കിലും ഓഫീസിലെ സാറാണെങ്കിലും എല്ലാ നല്ല മനുഷ്യൻ. ഫിലിപ്പ് സാർ അതെ ഫിലിപ്പ് സാർ. അതൊക്കെ ബിജു സാറിന് പ്രിയപ്പെട്ട ചേച്ചിയോട് ഒത്തിരി സന്തോഷം, നന്ദി. അയ്യോ എൻ്റെ അച്ഛൻ എനിക്ക് ഇതുപോലെ അവിടുത്തെ അച്ഛൻ അന്ന് അവിടെ പ്രാർത്ഥിക്കണം അച്ഛൻ. എല്ലാ അനുഗ്രഹങ്ങളും നേരുന്നു കേട്ടോ, എല്ലാ അനുഗ്രഹങ്ങളും. Thank you.